ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് അരിയുണ്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരവുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന കുറുവരി അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ 2-3 പ്രാവശ്യം കഴുകി എടുത്തതിന് ശേഷം വെള്ളം തോർന്നു വരാൻ വേണ്ടി വെച്ചിരുന്നു. ഈ അരി വറുത്തെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഇട്ട് കൊടുക്കാം. വറുത്തെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലും ഇടയ്ക്ക് മീഡിയം ഫ്ലെയിമിലും മാറി മാറി വെച്ചിട്ട് വറുത്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ പാത്രത്തിൻ്റെ അടിഭാഗത്ത് ഉള്ള അരി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വറുത്തെടുക്കണം. അപ്പോൾ നല്ലതുപോലെ വറുത്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം തണുക്കാൻ വേണ്ടി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ അരിയുണ്ടയ്ക്ക് വേണ്ടി ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട്. ഉണ്ട ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതാവുമ്പോൾ പൊടിച്ചെടുത്തിട്ട് നേരിട്ട് തന്നെ ചേർക്കാവുന്നതാണ്. കല്ലും മണ്ണും മറ്റും ഉണ്ടാവില്ല. ആണി ശർക്കരയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ശർക്കര ഉരുക്കി എടുത്തിട്ട് അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ അരിയുണ്ട ഉണ്ടാക്കാൻ വേണ്ടി എടുക്കേണ്ടത്. പിന്നെ തേങ്ങ ഞാൻ എടുത്തിരിക്കുന്നത് ഉണങ്ങിയ തേങ്ങയാണ്. പച്ചത്തേങ്ങയ്ക്ക് പകരം ഉണങ്ങിയ തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. മിക്സി ജാറിലേക്ക് ഇട്ട് വെച്ചു. നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന വറുത്ത അരി നമുക്ക് പൊടിച്ചെടുക്കാം. മിക്സി ജാറിലേക്ക് ഇട്ട് വെച്ചു. നല്ല നൈസായി പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. ഉണക്കത്തേങ്ങയും മിക്സി ജാറിലേക്ക് ഇട്ട് വെച്ചിരുന്നു. അതും നമ്മൾ പൊടിച്ചെടുത്തു. ഈ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ജാറിൽ തന്നെ ശർക്കരയും പൊടിച്ചെടുക്കണം. ശർക്കര ആയതുകൊണ്ട് കല്ലിലിട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം പൊടിച്ചെടുത്തു. ഇനി നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സാക്കി എടുക്കാം. വേണമെങ്കിൽ ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ അളവിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. കൈവച്ച് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കണം. ഉണക്കത്തേങ്ങ പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്തത് കൊണ്ട് പൊടിക്ക് നനവുണ്ടാവില്ല. അതുകൊണ്ടാണ് പാലെടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ പാലിന് പകരം ശർക്കര ഉരുക്കി ഒഴിക്കണം. ഉണ്ട പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. 2 ദിവസമൊക്കെ പുറത്ത് വെക്കാൻ പറ്റും, കേടാവില്ല. നമ്മൾ അരിയുണ്ട കുഴച്ചെടുക്കുന്ന സമയത്ത് മധുരം കുറവാണെങ്കിൽ കുറച്ചുകൂടി ശർക്കര പൊടിച്ചതിന് ശേഷം ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് ചേർത്തിരിക്കുന്നത്. എനിക്കിതിന് അത്യാവശ്യം ഒരു മധുരമുണ്ട് നോക്കിയിട്ട്. പിന്നെ ഏലക്കാപ്പൊടി ചേർക്കാൻ ഇഷ്ടമുള്ളവർ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ അതിലേക്ക് ചേർത്തിട്ടില്ല. ഇതൊരു നാടൻ പലഹാരമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിച്ചു തീർക്കാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമ്മൾ അരിയുണ്ട എല്ലാം തന്നെ ഉരുട്ടിയെടുത്തു. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവില്ലേ. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.